ഇതെന്റെ വൈഫ് കാണാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തത് സംഭവം? ബിക്കോസ് അവളിവിടെ ഇല്ല ഗൈസ്. ഷീസ് ഗുഡ്. വാവ്, വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുരന്തം നടന്ന്. എന്തിനാണ് ഈ ഗുണ്ടൊക്കെ എന്നോടടിക്കുന്നത്? ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. വീഡിയോ കാണാൻ എൽഫി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. പറയാൻ വല്ലോണ്ട് നേരെ പറ. ഇത് എന്താ പറയാ, ചുമ്മാ പറയല്ലോ, സീരിയസ് ആയിട്ട് പറയാണ്. ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേ? ഇന്ന് രാവിലെ പടം കണ്ടോണ്ടിരിക്കുമ്പോ അവള് ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കുമ്പോൾ അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം. ഇതിങ്ങനെ എന്നിട്ട് അവളുടെ ഷർട്ടിന്റെ അവിടെ ഈ ഒരു ഭാഗത്ത് അതിന്റെ ഒരു കഷ്ണം അത് വീണു പോയതാ കവർന്ന്. ആയിക്കോട്ടെ, അതിനെന്താ? ഞാനതിങ്ങനെ തോണ്ടി എന്ന് പറഞ്ഞാൽ ആ കഷ്ണം ഇങ്ങനെ എടുത്ത് വായിലിട്ടു. അയ്യോടാ കൊച്ചു മാവ. എന്റെ പൊന്നെ, ഫുൾ ടെറർ. എടാ, നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. അപ്പൊ ചോദിച്ചു ചോക്ലേറ്റ് പറഞ്ഞ് ലാസ്റ്റ് പീസ് അവള് മാറ്റി വെച്ചത്. ഇയാൾക്ക് എന്താണ് വയ്യേ? ഓടോ പോലെ വളർന്നല്ലോടാ. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേകം അന്തസ്സൊക്കെ ഉണ്ടാവുന്നേ? ഞാൻ അതേമാതിരി ആയത് ഇങ്ങനെ എടുത്ത് കൊടുത്തു. പക്ഷെ അവള് വേണ്ട പറഞ്ഞ് നിങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? ദേഷ്യം പിടിച്ച് അവള് ഊബർ വിളിച്ചു നോക്കിയാറില്ല. പക്ഷെ ഫ്ലാറ്റിൽ നിന്നും പോയി. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവാടാ ചെയ്തേ? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ കിട്ടാത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് മേലിതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുത്. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും വഷളാവുകയാണ്. സമാധാന ശ്രമങ്ങൾ സുപ്രധാന ധാരണകളിലേക്ക് എത്തുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ കാര്യങ്ങൾ കൈവിടുന്നത്. ഞാൻ അതേമാതിരി ആയത് ഇങ്ങനെ എടുത്ത് കൊടുത്തു. പക്ഷെ അവള് വേണ്ട പറഞ്ഞ് കൊണ്ടുപോടോ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ.